നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. രാഹു കേതുക്കളുടെ 2025 രാശിമാറ്റവും അതിനു മുമ്പ് നടന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും അനുഭവങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ് നോക്കാനുള്ളത്. അതായത് ഗ്രഹചാര ഫലം കൊണ്ടുള്ള അനുഭവങ്ങൾ. അപ്പം വ്യാഴം രാശി മാറിയത് മെയ് മാസം 14-ാം തീയതിയാണ്. രാഹുകേതുക്കൾ മെയ് 18-ാം തീയതിയാണ് രാശി മാറിയത്. ശനിയാകട്ടെ ഏതാനും മാസം മുമ്പ് മാർച്ച് 29-ന് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്തു. വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കും, രാഹു മീനൻ രാശിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭത്തിലേക്കും, അതുപോലെ കേതു പുറകോട്ട് നീങ്ങിയത് കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കാണ്. ഇതാണ് ഈ 2025 പ്രധാന ഗ്രഹമാറ്റങ്ങൾ നടന്നത്. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ മാറ്റം അത് നിഴൽ ഗ്രഹങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ വ്യാഴവും ശനിയും അനുകൂലമാണെങ്കിൽ ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയും. തിരിച്ച് വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റം നമുക്ക് പ്രതികൂലമാണെങ്കിൽ രാഹുകേതുക്കളും കൂടെ മാറുമ്പോഴത്തേക്കും ആ ദോഷഫലങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ട നക്ഷത്രവും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. ഇപ്പോഴത്തെ ഗ്രഹനില നോക്കുമ്പം ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി 5-ലാണ് സഞ്ചരിക്കുന്നത്. അതായത് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 5-ൽ ശനി സഞ്ചരിക്കുമ്പം 5 എന്ന് പറയുന്നത് പുത്രന്മാരെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ബുദ്ധിയെയും പ്രതിഭയെയും നമ്മുടെ കഴിവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന, ബുദ്ധിപരമായ കഴിവുകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ശനി 5-ൽ സഞ്ചരിക്കുമ്പോൾ ദ്രവിണമതി സുതപ്രച്യുതിയും എന്നുള്ളതാണ് ഫലദീപിക പറയുന്ന ഫലം. ദ്രവിണമതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിഹീനമായ പല പ്രവൃത്തികളും ചെയ്യുന്ന ഒരു കാലം. എടുത്തുചാടി വേണ്ടത്ര ആലോചിക്കാതെ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കാലമാണ്. സുതപ്രച്യുതിയും സന്താനങ്ങൾക്കത്ര ഗുണകരമല്ലാത്ത കാലമാണ് ശനി 5-ൽ സഞ്ചരിക്കുന്ന കാലം. പക്ഷേ മീനം രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട്, അത് വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് വലിയ മാരകദോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമാണ്. വ്യാഴത്തിൻ്റെ കാര്യം നോക്കാം. വ്യാഴമാണെങ്കിൽ 8-ലാണ്. വൃശ്ചിക കൂറിൽപ്പെടുന്നവരെ സംബന്ധിച്ച് വ്യാഴം 8-ാം ഭാവത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, അതായത് മിഥുനത്തിൽ. അഷ്ടമവ്യാഴം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ദോഷകരമായ ഒരു അവസ്ഥയാണ്, ഭാഗ്യക്കുറവിൻ്റെ ലക്ഷണമാണ്. മാർഗക്ലേശം അരിഷ്ടം അഷ്ടമഗതി നഷ്ടൈധനേ കഷ്ടതാം എന്നുള്ളതാണ് അതിൻ്റെ ഫലം നമ്മൾ പറയുന്നത്. അതായത് മാർഗക്ലേശം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും വഴിയിൽ തടസ്സം. നമ്മളൊരു നല്ലൊരു മംഗളകർമ്മത്തിന് പോവുകയാണെങ്കിൽ അതിന് തടസ്സം. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലി ആവശ്യത്തിനോ അല്ലെങ്കിൽ നമുക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ എന്തെങ്കിലും ഒരു തടസ്സം. ഏറ്റവും കുറഞ്ഞത് ചിലപ്പം ആ സമയത്ത് ഒരാൾ നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരികയും നമ്മുടെ സമയം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് അനുഭവങ്ങൾ വ്യത്യാസപ്പെടും. ജാതകത്തിൽ വളരെ നല്ല ഗ്രഹനിലയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ, ആളുകളൊക്കെ വന്ന് സംസാരിച്ച് നിന്ന് സമയം കളയുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ജാതകത്തിലെ ഗ്രഹനില മോശമുള്ള സമയമാണെങ്കിൽ എന്ത് സംഭവിക്കും? അതുപോലെ നമ്മുടെ ദശാകാലം മോശമാണെങ്കിൽ നമുക്ക് മാർഗക്ലേശം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. വാഹനത്തിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതാണ് 8-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴുള്ള കുഴപ്പം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ രാഹുകേതുക്കളുടെ മാറ്റം കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ രാഹു ആണെങ്കിൽ 5-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കേതു ആണെങ്കിൽ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് 10-ലേക്കും വരുന്നു. അപ്പം രാഹു 5-ാം ഭാവത്തിൽ നിന്ന് 4-ലേക്ക് വരുമ്പോൾ 4-ാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തെ സൂചിപ്പിക്കുന്നു, മാതാവിനെ സൂചിപ്പിക്കുന്നു, വാഹനത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യം, ജലത്തെയും അങ്ങനെ കിടക്കയെയും തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലേക്കും നമുക്ക് പോകണ്ട, എങ്കിലും പ്രധാനമായിട്ടും നമുക്ക് പോകാവുന്നത് വീട്ടിലെ അവസ്ഥ, അമ്മയുടെ അവസ്ഥകൾ, വാഹനത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെയാണ് നമ്മളെ പ്രത്യക്ഷമായിട്ട് ബാധിക്കുന്നത്. വേറെ ഒരുപാട് കുടുംബ ബന്ധങ്ങളെയൊക്കെ ഒരുപാട്
ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ 4-ാം ഭാവം എന്ന് പറയുന്നത്. പിന്നെ പശുക്കൾ, അതൊക്കെ 4-ാം ഭാവത്തിലാണ് വരുന്നത്. നമ്മുടെ കന്നുകാലി സമ്പത്ത് ഒക്കെ വരുന്നത് അതിനകത്താണ്. അപ്പോൾ രാഹു 4ലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ, നിർബന്ധിതമായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടാം. അല്ലെങ്കിൽ വീട്ടിലെ സ്ഥിതി വളരെ പ്രയാസകരമായിട്ട് മാറാം. 2 രീതി വരാം. നേരത്തെ പറഞ്ഞ പോലെ ജാതകം ഗുണകരമാണ്, ദശാകാലവും ഗുണകരമാണെങ്കിൽ പഠിക്കാനോ ജോലിക്കോ ഒക്കെ ആയിട്ട് പോകുന്നതാകാം. ജാതകം ദോഷകരമാണെങ്കിൽ, അതുപോലെ ദശാകാലവും ദോഷകരമാണെങ്കിൽ വീട്ടിലെ അസ്വസ്ഥതകളും കൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കൊണ്ട് വീട് വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കും. ചിലപ്പോൾ മാറി നിൽക്കുകയും ചെയ്യും. മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുകളായിരിക്കും, പല പല ടെൻഷനുകൾ, സമ്മർദ്ദങ്ങൾ, നമ്മുടെ ചിന്തകൾ അങ്ങ് വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പല സ്റ്റേജുകളിലും പോയിപ്പെടും. സാമ്പത്തികമായിട്ട് ശരിക്കും നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും നേരിടേണ്ടി വരും. ബാങ്കിൽ പണം കിടപ്പുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ അനുഭവപ്പെടും. അതുപോലെ ഇച്ചിരി പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്, അതൊന്ന് വിൽക്കാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പറമ്പിലുള്ള ഒരു തടി വെട്ടി വിറ്റ് എന്തെങ്കിലും കാര്യം നേടാം എന്ന് വിചാരിച്ചാൽ അതിന് വില കിട്ടുകയില്ല, അല്ലെങ്കിൽ ആൾ വരുന്നില്ല അത് വാങ്ങിക്കാൻ. ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടാണ്. നമ്മുടെ വാഹനം ഒന്ന് മാറണമെന്ന് വെച്ചാൽ അത് നടക്കുകയില്ല. ഇതൊക്കെയാണ് ഈ 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ സാധാരണ നേരിടാനിടയുള്ള കാര്യങ്ങൾ. ഇതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് പലരും അനുഭവിക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അതിനകത്ത് ഇടങ്കോലിടാനായിട്ട് ആരെങ്കിലും വന്നു ചേരും. അങ്ങനെ അത് മാറ്റേണ്ടി വരും. അത് ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അധ്യാപകരാകാം, മാതാപിതാക്കളാകാം. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇതിങ്ങനെ നമ്മളെ തട്ടി തട്ടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വീഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആ ചിന്തകൾ എല്ലാം കുഴപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കും. അതാണ് രാഹു 4-ൽ എത്തുമ്പോഴുള്ള പ്രശ്നം. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മുടെ പുരോഗതിക്ക് ഉതകുന്നതായിരിക്കുകയില്ല. നമ്മളൊന്ന് നല്ലൊരു വഴി തേടി പിടിച്ച് പോകുമ്പോഴത്തേക്കും അവിടെയും ഇടങ്കോലിടാൻ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കുറേയൊക്കെ ഈ ഇടപെടലുകൾ ഉണ്ടാകാം. പ്രണയിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു അവസ്ഥ, ബന്ധുക്കൾ വന്ന് നമ്മുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നത്. സുഹൃത്തുക്കൾ പല കാര്യങ്ങളും പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും, നമുക്കത് ചെയ്യാം ഇത് ചെയ്യാമെന്ന്. അപ്പം ബിസിനസ്സിനൊന്നും ചാടി പുറപ്പെടരുത്. 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന കാലം അത്ര അനുയോജ്യമല്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട്. നല്ലപോലെ ആലോചിച്ചും നല്ല വിശ്വസ്തരായ ആളുകളുടെ ഹെൽപ്പോടുകൂടിയും മാത്രമേ എന്തെങ്കിലും തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും. വീട് നിർമ്മാണമൊക്കെ പതുക്കെയാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായ ടൈറ്റ് ഉണ്ടാകാം. പണം ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കില്ല, പണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നതുകൊണ്ടും ആകാം. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. പ്രായമായ മാതാവൊക്കെ ആണെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സിച്ച് മാറ്റണം. നല്ല ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും നല്ല ജാഗ്രത വേണം. നമ്മുടെ ബുദ്ധി ശരിക്കും ഉപയോഗിച്ച് നമ്മളതിൻ്റെ പ്രായോഗികത നോക്കിയിട്ട് മാത്രമേ ഏതൊരു സംരംഭത്തിലും ഇടപെടാവുള്ളൂ. ഇനി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒന്നും അഭിപ്രായം നമ്മൾ എടുക്കാതെ വരുമ്പോൾ അവരൊക്കെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ബന്ധുക്കൾ അവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പം അതെല്ലാം കേൾക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് മര്യാദയ്ക്ക് തന്നെ പറയുക, ഞങ്ങളിതാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നയപരമായ ഒരു രീതി സ്വീകരിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. മുതിർന്നവരിലെ പരിചയസമ്പന്നരും നമ്മളോട് സഹായിക്കാനായിട്ട് നല്ല മനസ്സോടുകൂടി വരുന്നവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. പക്ഷേ തീരുമാനമെടുക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉറ്റവരുടെ ബുദ്ധിമുട്ട്, രോഗങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകും. പകർച്ചവ്യാധികൾ, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പൊടി ഒരുപാടുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് പുക കൊള്ളാതെ ശ്രദ്ധിക്കണം. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും അനുഭവപ്പെടാം.
പിന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിയമന ഉത്തരവ് ലഭിക്കാനൊക്കെ അല്പം കാലതാമസം ഉണ്ടായേക്കാം. നമ്മൾ ഓരോ കാര്യം അന്വേഷിക്കാൻ ചെല്ലുമ്പം കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്ന് വരാം. നല്ല പ്രാർത്ഥനയോടുകൂടി മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ രാഹുവിൻ്റെ ഫലമാണ് പറഞ്ഞത്. 4ലേക്ക് രാഹു വന്നപ്പോൾ ഉണ്ടാകുന്ന ഫലം, അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഫലം കൂടെ ചേർത്താണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരും എന്ന് പ്രവചിക്കാൻ കാര്യം. അടുത്ത കേതുവിനെ കൊണ്ടുള്ള ഫലങ്ങൾ നമ്മൾ നോക്കുമ്പം കേതു എവിടെയാണ് വന്നിരിക്കുന്നത്? കർമ്മഭാവത്തിലേക്കാണ് വന്നിട്ടുള്ളത്, അതായത് 10ാം ഭാവത്തിലേക്ക്. 10ാം ഭാവത്തിൽ കേതു വരുമ്പോൾ, കേതു പാപഗ്രഹമാണ് എന്നറിയാമല്ലോ. നിഴലാണെങ്കിലും ഒരുപാട് ശക്തിയുള്ള, കാന്തിക ശേഷിയുള്ള ഗ്രഹമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേതു കർമ്മത്തിൻ്റെ ഭാവത്തിൽ വരുമ്പോൾ ജോലിക്ക് പല പല സമ്മർദ്ദങ്ങളും ഉണ്ടാകും. ജോലി രംഗത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മരംഗത്ത്, അത് ഏതൊരു മേഖലയിലാണെങ്കിലും ആ സമ്മർദ്ദം അനുഭവപ്പെടും. ജോലിയുടെ സമയം നമ്മുടെ ഇഷ്ടപ്രകാരം ക്രമീകരിക്കാൻ പറ്റാതെ വരാം. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ പെരുമാറ്റം മൂലം മനസ്സിന് സംഘർഷം ഉണ്ടാകും, ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ അവരുടെ ജോലിയുടെ നമ്മുടെ തലയിലേക്ക് ഏൽപ്പിക്കുന്ന അവസ്ഥ പോലും അനുഭവപ്പെടാം. നമ്മുടെ ഷിഫ്റ്റുകളൊക്കെ നമുക്ക് സൗകര്യമല്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെടാം, ജോലിയുടെ സമയങ്ങൾ. പിന്നെ ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യുകയും അതുമൂലം ശാരീരിക ക്ലേശം ഉണ്ടാകുകയും ചെയ്യാം. ധനനഷ്ടം ഉണ്ടാകാം. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ചിലവിനുള്ള പൈസ നമുക്ക് കിട്ടാതെ വരിക, അല്ലെങ്കിൽ കാലതാമസം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകാം. പിന്നെ തൊഴിൽ മാന്ദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്വയം തൊഴിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ആ പ്രദേശത്തിലെ വികസനത്തിൻ്റെ കുറവുകൊണ്ട്, അല്ലെങ്കിൽ പുതിയൊരാൾ ഇതേ സംരംഭം ആരംഭിക്കുന്നതുകൊണ്ടുമൊക്കെ ആ തൊഴിൽ മാന്ദ്യം നമുക്ക് അനുഭവപ്പെടാം. ജോലിസ്ഥലത്ത് പലവിധ അസ്വസ്ഥതകൾ, മേലധികാരിയിൽ നിന്നും അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നും അതൃപ്തി കലർന്ന പെരുമാറ്റം. നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും അവർക്കൊരു മുഖം തെളിഞ്ഞ ഒരു പ്രസന്നത വരുന്നില്ല, അല്ലെങ്കിൽ അവർക്കതങ്ങ് തൃപ്തികരമാകുന്നില്ല. അപ്പോൾ നമുക്കും ഒരു ദേഷ്യമാണ്. നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും നമ്മൾ സ്വന്തം കാര്യം പലതും മാറ്റി വെച്ചിട്ട് ഓഫീസിലെ ജോലി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ജോലി ചെയ്താൽ പോലും മേലധികാരി വീണ്ടും എന്തെങ്കിലും ഒരു യുക്തി പറഞ്ഞുകൊണ്ട് നമ്മളെ താത്ത് കിട്ടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിന് പീഡകളുണ്ടാക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ അത്തരമൊക്കെ കാര്യങ്ങളാണ് കർമ്മരംഗത്ത് കേതു സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാനിടയുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടങ്ങുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന വ്യാപാര സംരംഭങ്ങൾ, അതിലൊക്കെ കരുതൽ വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാഹുവിൻ്റെ ഒരു അതിപ്രസരം നേരിടുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ, അതുപോലെ വ്യാഴം 8-ലായതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം കുറയുകയും ശനി 5-ലായതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നമുക്കൊരു മാന്ദ്യം അനുഭവപ്പെടുകയും ചെയ്യുന്ന കാലമായതുകൊണ്ട് സ്വയം ചെയ്യുന്ന സംരംഭങ്ങളിൽ കണക്കുകൾ സൂക്ഷിക്കാനും രസീതുകൾ, ടാക്സ് രസീതുകളൊക്കെ, സർക്കാരുമായിട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ, ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ചോണം. ലൈസൻസുകളൊന്നും പുതുക്കാനായിട്ട് വിട്ടുപോകരുത്. അതെവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ട് തന്നെ അത് കൃത്യമായിട്ട് പാലിക്കണം. വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. വാഹനത്തിന് ഇപ്പം നിസ്സാരം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ധനനഷ്ടം ഉണ്ടാകാം. അതുകൊണ്ട് വാഹനത്തിൻ്റെ രേഖകൾ, വാഹനത്തിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. പിന്നെ കേതുവിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, കേതു ആത്മീയത വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്, മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടനം, നമ്മുടെ വിശ്വാസപ്രകാരമുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ, അതൊക്കെ സാധ്യമാണ്. അതുപോലെ തന്നെ ഈ പ്രായമായ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രായമായ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. അത് ബന്ധുക്കളാകാം, അല്ലെങ്കിൽ അല്ലാത്ത പുറത്തുള്ള ആൾക്കാരും ആയിട്ട് ആകാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഈ സമയത്തുണ്ടാകാം. അവരുടെ രോഗവുമായിട്ടോ ചികിത്സയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ധനസഹായമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. അപ്പോൾ പൂർണ്ണമായിട്ടും അത്ര ഗുണകരമായൊരു സമയമല്ല. ദശാകാലം കൊണ്ട് ഗുണകരമാണെങ്കിൽ ഈ ഗ്രഹചാര ഫലത്തിന് അത്ര വലിയ ദോഷഫലം ഉണ്ടാകുകയില്ല. ഏതായാലും ചെയ്യുന്ന തൊഴിൽ രംഗത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അബദ്ധങ്ങളും അമളികളും ഒന്നും പറ്റാതെ ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ശ്രദ്ധിക്കുക. കാരണം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഭയപ്പെടുക എന്നുള്ളതല്ല,
വ്യാഴം അഷ്ടമ വ്യാഴവും ശനി 5-ലും ആയതുകൊണ്ടാണ് ഈ പ്രത്യേകമായിട്ട് രാഹുകേതുക്കളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പായിട്ട് എടുത്താൽ മതി, അല്ലാതെ ഭയപ്പെട്ട് പിന്മാറേണ്ട കാര്യമില്ല. കാരണം പ്രാർത്ഥനയേക്കാൾ വലിയൊരു ഔഷധം ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദോഷഫലങ്ങളൊക്കെ നല്ലൊരു പരിധിവരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വഴിപാടുകളിലേക്കൂടെ നോക്കാം. പരിഹാരങ്ങൾ, വഴിപാടുകൾ. അപ്പോൾ രാഹുദോഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, രാഹു അത്ര ഗുണകരമല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സർപ്പദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മളൊരു 12 മാസമായിട്ട് 1.5 വർഷമാണ് ഈ രാഹു കേതുക്കൾ ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം ഒരു 100 പാലും സർപ്പങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആയില്യ പൂജ നടത്തുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏതാണോ ഉള്ളത് അപ്പോൾ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ. അപ്പോൾ സർപ്പദൈവങ്ങൾക്ക് അത് ചെയ്യുക. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ആയില്യ പൂജയൊക്കെ നടത്താൻ പ്രയാസമാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഈ ഒരു നാണയം കൂടെ സമർപ്പിച്ചാലും മതി. കഴിയുമെങ്കിൽ ആയില്യ പൂജയോ 100 പാലുമോ കൊടുക്കുക. ഒരു 100 പാലുമെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ മഹാദേവന് ശംഖാഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹുദോഷത്തിനുള്ളൊരു പ്രധാന വഴിപാടാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുക എന്നുള്ളത്. അത് ശിവപ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. അതോടെ ദേവി സ്തോത്രങ്ങളും കൂടെ ചൊല്ലുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും രാഹുകേതു സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നവഗ്രഹ സ്തോത്രത്തിൽ രാഹു സ്തോത്രവും കേതു സ്തോത്രവും ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓം നമഃ ശിവായ എന്നുള്ള ശിവമന്ത്രം രാവിലെയും വൈകിട്ടും കുറഞ്ഞത് 18 തവണയെങ്കിലും വീതം ജപിക്കുക. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. സമയം കൂടുതലുണ്ടെങ്കിൽ നവഗ്രഹ സ്തോത്രം ജപിക്കുക. ശിവ നാമങ്ങൾ, ശിവൻ്റെ സഹസ്രനാമങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിവാഷ്ടകമോ ഏതെങ്കിലും ഒരു നാമാവലി ജപിക്കുക. ഇനി ജോലിക്കൊക്കെ പോകണം, രാവിലെ പോകണം, വൈകിട്ട് ലേറ്റായിട്ടൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ ശരീരശുദ്ധിയെല്ലാം വരുത്തിയിട്ട് ശിവൻ്റെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം 18 തവണ ജപിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരം കുളി കഴിഞ്ഞ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ 18 തവണ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കുക. വൈകിയാണ് വരുന്നതെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഉറങ്ങുന്നതിന് മുമ്പ് 18 തവണ ഓം നമഃ ശിവായ ജപിക്കുക. നല്ല മാറ്റം വരും. ഈ രാഹു കേതു ദോഷങ്ങൾ വളരെ കഠിനമാകുമ്പോൾ ശിവന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ കേതുവിനുള്ള വഴിപാടൂടെ പ്രത്യേകം പറയാം. കാരണം കർമ്മഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ മറ്റ് നക്ഷത്രക്കാരുടെ പോലെയല്ല, കർമ്മഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജോലിയെയും വരുമാനത്തെയൊക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് ശിവന് ജലാഭിഷേകം നടത്താനായിട്ട് പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. എപ്പോഴും പറയുന്ന പോലെ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പം, മംഗളകരമായ കാര്യങ്ങൾക്ക് പോകുമ്പം, അതുപോലെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പം, ജോലി സംബന്ധിച്ച് പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചിട്ട് പോവുക. അതോടൊപ്പം ഒരു നെയ്വിളക്കൂടെ സമർപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ ജോലിസ്ഥലത്ത് തർക്കങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. ജോലിസ്ഥലത്ത് മേലധികാരികളുമായിട്ട് അനിഷ്ടത, സഹപ്രവർത്തകരുമായിട്ട് അനിഷ്ടത, ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംവാദ സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തിയാൽ അതിന് നല്ല കുറവ് ലഭിക്കുന്നതാണ്. സംവാദ സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തുക, ഒരെണ്ണം ചെയ്താൽ മതി. അങ്ങനെ തർക്കങ്ങളൊക്കെ മാറും. കുടുംബത്തിലാണെങ്കിലും വളരെ അസ്വസ്ഥത ഉണ്ടാകുമെങ്കിൽ ഈ സംവാദ സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തുക. പ്രസാദവും വാങ്ങിക്കണം. പിന്നെ മറ്റൊരു വഴിപാടാണ് കേതുവിൻ്റെ ദോഷം മാറാൻ വേണ്ടി 6 ചതുർത്ഥി ദിനങ്ങളിൽ കേതുവിന് അർച്ചന കൊടുക്കണം. ഈ രാഹു കേതു പ്രതിഷ്ഠയുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ദൂരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കേതുവിന് അർച്ചന അത് തുടർച്ചയായിട്ട് 6 ചതുർത്ഥി ദിനങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ്. മാസത്തിൽ ഒരു ദിവസം വീതം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട ദോഷങ്ങളൊക്കെ വഴി മാറിപ്പോവും. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അപകടങ്ങളും ആപത്തുകളൊന്നും ഉണ്ടാകാതെ, അതുപോലെ തന്നെ ചതിവും അമളിയും അബദ്ധവും ഒന്നും പറ്റാതെ വലിയ സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. ഇപ്പം 3 തരത്തിൽ നമുക്ക് ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് കുറച്ച് സംഘർഷങ്ങളുണ്ടാകും എത്രയാണെങ്കിലും. അതിനെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം.
അപ്പം ഇപ്പോൾ പറയുമ്പം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ധാരാളം ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ, മനസ്സിന് ശാന്തിയും സന്തോഷവും നൽകുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകട്ടെ. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വിശ്വസിക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ അനുഭവമായിട്ട് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനലിന് നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദിയും രേഖപ്പെടുത്തുന്നു. അപ്പം എല്ലാവർക്കും ദൈവാനുഗ്രഹവും നന്മയും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം.